ഹായ് ഗായ്സ്, ഗലിപുറം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 12th വീക്ക് എവിഷനിലേക്കുള്ള വോട്ടിങ്ങിൻ്റെ അവസാന ദിവസമാണെന്ന് നമ്മളിന്ന് വ്യാഴാഴ്ച രാവിലെ 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഇത്തവണ എവിക്ഷൻ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള 7 മത്സരാർത്ഥികളാണ്. ഈ 7 പേരിൽ നിന്ന് ഒരാളോ രണ്ടാളോ ആകാം പുറത്തു പോകുന്നത്. അതെന്തായാലും നാളെ വെള്ളിയാഴ്ച ലാലേട്ടൻ്റെ ഷൂട്ട് കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിക്കും. അത് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെ എല്ലാ എവിക്ഷൻ അപ്ഡേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം വരും മണിക്കൂറിൽ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഏതായാലും ഇന്ന് രാവിലെ 7 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അത് അനുമോൾ തന്നെയാണ് തുടരുന്നത്. അനുമോളിന് ഇപ്പോൾ വമ്പിച്ചൊരു മുന്നേറ്റമാണ് കണ്ടുവരുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ബിഗ് ബോസ് ഹൗസിലത്തെ പ്രകടനമൊക്കെ വെച്ച് നോക്കുമ്പോൾ അനുമോളുടെ സഹതാപ വോട്ടുകൾ എനിക്ക് തോന്നുന്നു കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ 54,321 കൂറ്റം വോട്ടിൻ്റെ ബലത്തിൽ 1ാം പൊസിഷനാണുള്ളത്. 2ാം പൊസിഷനിൽ അനീഷ് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിട്ട് പിന്നിൽ തന്നെ തുടരുകയാണ്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് അനുമോളിനെ അട്ടിമറിക്കാൻ സാധിക്കാതെ പിന്നിലായിരിക്കുന്നത്. ഇപ്പോൾ 53,987 വോട്ട് നേടി 2ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 3ാം പൊസിഷനിൽ നൂറയാണുള്ളത്. നൂറ ശക്തമായ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒന്നും കണ്ടുവരാത്ത രീതിയിലുള്ളൊരു മികച്ച പ്രകടനം. ഇപ്പോൾ 46,002 വോട്ട് നേടി 3ാം പൊസിഷനാണുള്ളത്. 4ാം പൊസിഷനിൽ ആര്യനാണുള്ളത്. ആര്യന് വോട്ടിംഗ് നില ചെറിയ രീതിയിലൊന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെ തൻ്റെ 4ാം പൊസിഷൻ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം 42,133 വോട്ട് നേടി 4ാം പൊസിഷനാണുള്ളത്. 5ാം പൊസിഷനിൽ അത്ഭുതകരമായിട്ട് സാബുമോൻ കയറി വന്നിരിക്കുകയാണ്. സാബുമോൻ ഇതാദ്യമായിട്ടാണ് വോട്ടിംഗ് തുടങ്ങിയതിന് ശേഷം 5ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. അക്ബറിനെ അട്ടിമറിച്ചുകൊണ്ടാണ് വളരെ ചെറിയൊരു വോട്ടിൻ്റെ ലീഡിൽ 5ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. 40,122 ബലത്തിൽ 5ാം പൊസിഷനാണുള്ളത്. 6ാം പൊസിഷനിലേക്ക് അക്ബർ തള്ളപ്പെട്ടിരിക്കുകയാണ്. ഇതാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു തള്ളപ്പെടലാണ്. ഇപ്പോൾ 40,050 വോട്ടാണ് നേടിയിരിക്കുന്നത്. സാബുമാനുമായിട്ട് ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസം മാത്രമുള്ളൂ. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ ഈ പൊസിഷന് മാറ്റമുണ്ടാകാം. 7ാം പൊസിഷനിൽ ഡേഞ്ചറായിട്ട് നമ്മുടെ നെവിനാണുള്ളത്. നെവിൻ ഇത്തവണ പുറത്താകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള വോട്ടിംഗ് പാറ്റേൺ ആണ് ഇപ്പോൾ കണ്ടുവരുന്നത്. നല്ല രീതിയിലൊരു വോട്ടിംഗ് കുറവ് കണ്ടുവരുന്നുണ്ട്. 39,550 വോട്ടോടുകൂടി 7ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിലാണ് ഇപ്പോൾ ഉള്ളത്.